വീണ്ടും വിദ്വേഷ പരാമർശവുമായി മഹാരാഷ്ട്രയിലെ BJP മന്ത്രി നിതേഷ് റാണെ. സെയ്ഫ് അലി ഖാനെ ബംഗ്ലാദേശ് അതിക്രമി കൊണ്ടുപോയെങ്കിൽ നന്നായേനെ എന്ന് നിതേഷ് റാണെ. ഹിന്ദു സമുദായത്തിൽ ഒരു നടൻ എന്തെങ്കിലും സംഭവിച്ചാൽ പ്രതിപക്ഷം മൗനം പാലിക്കും. എന്നാൽ സെയ്ഫ് അലി ഖാനെയും ഷാരൂഖ് ഖാനെയും കുറിച്ച് സുപ്രിയ സുലെയെ പോലെയുള്ളവർ ആശങ്കപ്പെടുകയാണെന്നാണ് മന്ത്രിയുടെ പരാമർശം. नालायक बघा किती आहेत. पहिलं फक्त नाक्यावर उभं राहायचे, आता घरात घुसायला लागलेलं आहे. कदाचित त्याला घेऊन जायला आले असतील. हे घाट लेकी जेव्हा आम्हाला जायला तो एवढा तू असा बाहेरून चालत होता. मलाच संशय राहिला का घरात चाकू मारला की ह्यानी कुठेतरी असंच ऍक्टिंग करून बाहेर निघाला. असं टून 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 करून असतंय ते. ശ്രീനാഥ് ചന്ദ്രൻ വിശദാംശങ്ങളുമായി ഇപ്പോൾ മുംബൈയിൽ നിന്ന് ചേരുന്നുണ്ട്. ശ്രീനാഥ്, ഇതാദ്യമല്ലല്ലോ അദ്ദേഹത്തിന്റെ പരാമർശം വിവാദത്തിലാകുന്നത്. തീർച്ചയായും ഉന്മേഷ്, ആദ്യമായല്ല. ഏറ്റവും ഒടുവിൽ നമ്മളെ കേരളത്തെ പോലെ ഒരു മിനി പാകിസ്ഥാൻ എന്നൊക്കെ വിളിച്ച് വർഗീയമായി തരംതിരിച്ച് അപമാനിക്കാനുള്ള ശ്രമമൊക്കെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് നേരത്തെ ഉണ്ടായതാണ്. അത് വലിയ പ്രതിഷേധം നമ്മുടെയൊക്കെ ഭാഗത്തു നിന്ന് ഉണ്ടായതുമാണ്. അതിനൊക്കെ പിന്നാലെയാണ് വീണ്ടും ഒരിക്കൽ കൂടി അദ്ദേഹം സമാനമായ രീതിയിൽ അദ്ദേഹം മുൻകാലങ്ങളിൽ ചെയ്തതുപോലെ മറ്റൊരു വർഗീയ പരാമർശം ഇത്തവണ നടത്തുന്നത്. നടൻ സെയ്ഫ് അലി ഖാന് നേരെ ഉണ്ടായ ആക്രമണമാണ് ഇത്തവണ അദ്ദേഹം ആയുധമാക്കുന്നത്. ഇങ്ങനെയൊരു ആക്രമണം നടന്നോ എന്ന് പോലും അദ്ദേഹം ഇപ്പോൾ സംശയം ഉന്നയിക്കുകയാണ്. അതെന്തായാലും സെയ്ഫ് അലി ഖാൻ്റെ മതം തെരഞ്ഞാണ് ഇപ്പോൾ അതിലൊരു പരാമർശം അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്. ബംഗ്ലാദേശി സെയ്ഫ് അലി ഖാനെ അങ്ങ് കൊണ്ടുപോയിരുന്നെങ്കിൽ ഒരു മാലിന്യത്തെ കൊണ്ടുപോയതുപോലെ ആകുമായിരുന്നു എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ഈ സെയ്ഫ് അലി ഖാൻ, ഷാറൂഖ് ഖാൻ എന്നിവരുടെയൊക്കെ മതം ചൂണ്ടിക്കാട്ടി അത്തരത്തിൽ ആ മതത്തിൽപ്പെടുന്ന ആളുകൾക്കൊക്കെ എന്തെങ്കിലും പറ്റുമ്പോൾ സുപ്രിയ സുലെ പോലെയുള്ള NCP ശരത് പവാർ വിഭാഗം നേതാക്കളൊക്കെ തന്നെ പ്രതികരിക്കും, അതിനൊക്കെ അപലപിക്കും, അതിലൊക്കെ വലിയ പ്രശ്നങ്ങളൊക്കെ കാണും എന്നതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ വാദം. ഏതായാലും അദ്ദേഹം മുൻകാലങ്ങളിൽ നടത്തിയ അതേ വർഗീയ പരാമർശം തന്നെയാണ്. അദ്ദേഹത്തിൽ യാതൊരു മാറ്റവും സമീപകാലത്തുണ്ടായ അദ്ദേഹത്തിന് നേരെയുണ്ടായ വിമർശനങ്ങളൊന്നും ഒരു മാറ്റവും ഉണ്ടാക്കിയിട്ടില്ല എന്ന് തെളിയിക്കുന്നതാണ് ഈ പുതിയ പരാമർശവും. ഉന്മേഷ്, ശരി. ശ്രീനാഥ് ചന്ദ്രനാണ് മുംബൈയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.